ഞങ്ങളിപ്പോ നേരെ പോകുന്നത് നിളാനദിയുടെ തീരത്തേക്കാണ്. ഇവിടെ സൈഡിലായിട്ട് ഗംഗാജലൊക്കെ വിൽക്കുന്നുണ്ട്. 150 ചെറിയ ബോട്ടിലിന് റേറ്റ് വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും പോയി ഒന്ന് കാണണേ. മാഘമാസ കുംഭമേള എന്ന് എഴുതി വലിയ കവാടം കണ്ടില്ലേ, അതിന് താഴെ കൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. പോലീസുകാരൊക്കെ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പാലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ചാക്കിൽ പൂഴി നിറച്ചിട്ട് നല്ല ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ പോകുന്നതും വരുന്നതും 2 വരിയായിട്ടാണ്. പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും നല്ല വെയിൽ. അല്ലെങ്കിൽ ഞാൻ മുണ്ടൊക്കെ ഇട്ട് അമ്മ കൊടയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ മെല്ലെ നടന്നത്. ഏകദേശം നമ്മൾ അപ്പുറം എത്താനാവുമ്പോൾ കണ്ടത് ഒരുപാട് പേര് അവിടെ കുളിക്കുന്നതാണ്. ഇപ്പൊ സമയം ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലിറങ്ങിയ പാടെ ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച ചിരാത് കൊണ്ട് നിളാനദി ആരതി ചെയ്യുന്നതാണ്. ഓരോരുത്തരും നിളാനദിയെ ആരതി ചെയ്തതിനു ശേഷം ആ തീരത്ത് തന്നെ ചിരാത് വെക്കുകയാണ്. പൂജയുടെ ആവശ്യത്തിനായിട്ടും എല്ലാവർക്കും വിശ്രമിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയായിട്ട് വലിയ രീതിയിൽ ഓലയോണ്ട് മേഞ്ഞൊരു സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഹിന്ദു സമാജത്തിന്റെ ആളുകൾ രാവിലെ മുതൽ നവാമുകുന്ദ ക്ഷേത്രത്തിൽ സമയം ചെലവഴിച്ചതുകൊണ്ട് ഇവിടെ നടന്ന പൂജകളും കാര്യങ്ങളൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറെ സ്വാമിമാര് പ്രാർത്ഥിക്കുന്നതും നാമജപിക്കുന്നതും ഒക്കെ കുറെ നേരം കേട്ടിരുന്നു. സമയം ഇപ്പം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. നിളാനദിയിൽ കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഓടിപ്പിടിച്ച് വന്നത്. അപ്പൊ ഒരു സ്വാമി എന്നെ മാടി വിളിച്ച് നെറ്റിയിലൊരു കുറി നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതൊക്കെ ചെയ്യാന്ന് അമ്മ പറഞ്ഞപ്പോൾ വേഗം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ട് ഇല്ല അവിടെ കുറച്ചങ്ങോട്ട് പോവാനുണ്ട്. രാവിലെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വേറെ ക്യൂവിനൊന്നും പോയി നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ കറക്റ്റ് ഒരു നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ അവിടെ വെച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ 3 പൊതിച്ചോറാണ് എടുത്തത്. രാത്രി വരെ നിൽക്കേണ്ടതാണല്ലോ, നല്ല വിശപ്പുണ്ടാവും. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് മനസ്സ് നിറയെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും കുംഭമേളയ്ക്ക് വന്നിട്ടുണ്ടോ? അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണേ. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് കൊണ്ടുവന്ന ചോറ് മുഴുവനും ഞങ്ങൾ കഴിച്ചേ. കുളിക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് നമ്മളിവിടെ കണ്ട് അത്യാവശ്യം ഒഴുക്കുള്ള ഏരിയ തന്നെയാണ്. അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കേട്ടാന്ന് വിചാരിച്ചു ഇവിടെ നമ്മൾ മേലെ തല കുളിക്കാൻ പോവാണ്. അപ്പം കുളിക്കാം. അങ്ങനെ നീലാനദിയിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ശരിക്കും മുങ്ങി കുളിച്ചു. പുഴയിൽ കുറേ നേരം കളിക്കുന്നുണ്ടപ്പോൾ അമ്മയുടെ അടുത്ത് നല്ലോണം ചീത്ത കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറി ഒരു വെയിലത്ത് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നേ. നിള ആരതി തുടങ്ങുന്നത് ഒരു 6:45 7 മണിയാവും. പക്ഷെ 3 മണിയാകുമ്പോഴത്തേക്ക് ഒരുവിധം സ്പേസ് ഒക്കെ തീർന്നു പോകും. കാരണം അത്രയും തിരക്കുണ്ട്. ഇരിക്കാൻ പോലും ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഉണ്ടാവൂല. അപ്പൊ അതിനു മുന്നേ സ്വാമിമാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം മുടിയൊക്കെ കെട്ടി റെഡിയായി സ്വാമിമാരുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഞാൻ പോയി നോക്കുമ്പോൾ എല്ലാ സ്വാമിമാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത്. അതായത് നമ്മളെ നാഗച്ചേച്ചി ട്രെൻഡിങ് ആക്കിയ ഒരു ബാബു സ്വാമി ഉണ്ടല്ലോ, ആ സ്വാമി. ആളൊരു പാവാണ്. ഒരു സൈഡിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കണ്ടതാണ് കുറേ സ്വാമിമാരുണ്ട് കയ്യിൽ ഭസ്മവും പിടിച്ചിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്. സ്വാമിമാർ ചില മുദ്രകളൊക്കെ കയ്യിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രുദ്രാക്ഷമാല ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില ആളുകൾ ഭസ്മം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ സ്വാമി എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് എന്റെ നെറ്റിയിൽ വലിയ രീതിയിൽ കുറിയിട്ട് തന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണ് ഇത്രയും വലിയ രീതിയിൽ കുറിയിട്ട് കൊടുത്തത്. പിന്നെ ഒരു കാഴ്ച കണ്ടത് ഇതാണ്. വളരെ ചെറിയ പ്രായമുള്ളൂ. ഇവരും സന്യാസ ജീവിതം എടുത്തതാണോ എന്നുള്ളത് വളരെ സാധാരണക്കാരെ പോലെ തന്നെ പാൻറ് ഷർട്ട് ബാഗ്. എനിക്ക് ഇവർ നോർമൽ ആളുകളെ പോലെ എനിക്ക് തോന്നി. പക്ഷേ അവരുടെ മുടിയും അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാലകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി സന്യാസിമാരാണ് എന്നുള്ളത്. ആ 3-4 പേര് മറ്റാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെയുള്ള സ്വാമിമാരോട് മാത്രം അവർ സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബുസ്വാമി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ കസാര പോയിട്ട് ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് സംസാരിക്കാന്നേ. ഞാൻ നോക്കുന്ന സമയത്ത് സ്വാമിയുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. സ്വാമി നല്ല ഭദ്രമായിട്ട് അത് ബാഗിലേക്ക് എടുത്ത് വെക്കുന്നതാണേ കണ്ടത്. ഞാൻ കുറച്ചേരം സ്വാമീനെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ സ്വാമി എന്നെ അടുത്തേക്ക് വിളിച്ചേ. ബാബുസ്വാമിയുടെ കുറച്ച് ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. കുറച്ചു നേരം സ്വാമിയോട് സംസാരിച്ചപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിട്ടോ. കുറച്ച് നേരം ഞാൻ ബാബുസ്വാമിയോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ? നല്ലൊരു മനുഷ്യനാണ്. ആളുകളോട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ അറിയുന്ന ഒരു പാവ മനുഷ്യനാണ്. അതാണ് എനിക്ക് തോന്നിയത്.
ഇപ്പൊ ഏകദേശം സമയം 3:30 കഴിഞ്ഞിട്ടുണ്ടേ. ആളുകളുടെ തിരക്ക് കൂടി വരുന്നതോട് ഞങ്ങൾ വേഗം മുന്നേ പോയിട്ട് സീറ്റ് പിടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇത് എന്ത് കോലാന്ന്? ഭാരതപ്പുഴയുടെ സെൻട്രലിൽ പൊട്ട വെയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതായത് അത്രയും ചൂടുള്ള വെയിൽ. കുറച്ച് നേരത്തേക്ക് എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ല, അത്രയ്ക്കും വെയിൽ. ചൂടും പുകച്ചെടുത്തപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വാ, തീരെ വയ്യാണ്ടാവുന്നുണ്ട്. എന്ത് വാങ്ങണമെങ്കിലും പാലം കടന്ന് അപ്പുറം പോയിട്ടേ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചു. തണുത്ത കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ ആയിരുന്നു മേടിച്ചത്. അമ്മയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് വെയിൽ കൊണ്ട് അതൊക്കെ മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ സാധനം മേടിക്കാൻ പോയത്. വന്ന് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഞങ്ങളെ പിന്നിലായിട്ടിരിക്കുന്നത് കണ്ടത്. ഇപ്പം സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. 5:30 ആയിട്ട് ഇത്രയും പേരുണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ, ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് എത്രയുണ്ടാവും ആളുകൾ. നിളാ നദിയുടെ ആരതി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ, കോടിക്കണക്കിന് ആളുകളോട് വന്നു ചേർന്നിരിക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരെയുള്ള സ്വാമിമാര് ഗുരുക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭജനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം വെയിലൊക്കെ ഒന്ന് താണു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഭജനയായിരുന്നു. നല്ല ആസ്വദിച്ച് ഞങ്ങൾ ആനന്ദിച്ചിരുന്നു. നിള ആരതിക്ക് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. ഇതിനൊക്കെ അങ്ങനെ നല്ല രീതിയിൽ അവസാനിച്ചപ്പോൾ നീളാനദീൻ്റെ ആരതി തുടങ്ങാറായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുവിധം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അപൂർവമായിട്ടുള്ള ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അവരുടെ ശംഖുവിളിയാണ്. നമ്മൾ ഏകദേശം 3:30 സമയത്താണ് ഇവിടെ വെയിലത്തിരിക്കുന്നത്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മോഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 5 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന ഇരിപ്പ് തന്നെ ഇരുന്നു എന്ന് തന്നെ പറയാം. ഇത് എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന കുറേ ആളുകളുടെ വ്യൂ ആണ് കേട്ടത്. അത്രയും തിരക്കുണ്ട് ഇവിടെ. എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഒരു 8:30 ആകുമ്പോഴത്തേക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇനിയൊരു മാഘമാസ കുംഭമേള വരണമെങ്കിൽ ഏകദേശം 300 വർഷമെങ്കിലും കഴിയണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഇവിടെ നടത്തുന്ന ദീപാരാധന മാത്രമാണ്. ഇവിടെ നീളാനദിയുടെ കരയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പൂജകൾ നടത്തിയിട്ടുണ്ട് ഇവർ. ഈ ആരതി പൂജേൻ്റെ മുമ്പ് തന്നെ ആയിട്ട് അവർ ഒരുപാട് പൂജകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആരതി പൂജ തുടങ്ങുന്നത് തന്നെ. അമ്മ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഭയങ്കര പ്രാർത്ഥനയിലാണ്. നിങ്ങളൊക്കെ ഇപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന തിരക്കാട്ടോ. ഈ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരാളെ ഇടിച്ചിട്ടാൽ പോലും അറിയില്ല, അത്രയും തിരക്ക്. എല്ലാവരും പോകുമ്പോൾ സ്വാമിമാരെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയും നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. അമ്മയൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എൻ്റെ കോലം തന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. പാവ അച്ഛനും അമ്മയും നല്ലോണം വിശക്കുന്നുണ്ടാവും. ഇത് ആൾക്കൂട്ടത്തിന് നടുവിലുണ്ടായിരുന്ന മറ്റൊരാളാണ്. ഇത് പ്രതിമയല്ല, മനുഷ്യനാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഈ തിരക്കിനിടയിൽ ഓരോരുത്തരെ കാണുന്നില്ല എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേരും അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്കുള്ള വഴിയിലേക്ക്. ഇതിനിടയ്ക്കാണ് മറ്റൊരു കാര്യം നടന്നത്. ഞാൻ ഇട്ടുകൊണ്ട് വന്ന ചുരിദാർ അവിടെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതാരും എടുത്തുകൊണ്ട് പോയി. എനിക്ക് എന്തായാലും പരിഭവമൊന്നുമില്ല. എന്തായാലും അത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ ഏകദേശം സമയം 9:45 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സൈനിങ് ഓഫ്.